കുട്ടി എവിടേക്കാ പോണേ? സ്കൂളിലേക്കാ? ഇത്രയും വലുതായിട്ടോ? ഞാൻ മലയാളം പഠിക്കാൻ പോവാ. മലയാളം പഠിക്കാനോ? ഇതുവരെ മലയാളം പഠിച്ചില്ലേ? സംസാരിക്കില്ലേ, അത് പഠിച്ചു. പക്ഷെ ഏതും പഠിച്ചിട്ടില്ല. ഞാൻ മലയാളം പഠിക്കാൻ പോവാ. നിങ്ങൾക്കും കാണണ്ടേ? ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ആർട്ടിസ്റ്റിക നൈസ് വ്ളോഗ്സ്. ഇതാണ് കുഴപ്പം. ഞാൻ മലയാളം സംസാരിച്ച ഇല്ലെങ്കിൽ വല്ല ജാടക്കാരിയാണെന്ന് തോന്നും. അതാണ് ഞാൻ മലയാളം സംസാരിക്കാണ്ട് ഇത്രയും നാളും. പക്ഷെ ഈ പതിൽ ഞാൻ മലയാളം സംസാരിക്കും, മലയാളം പഠിച്ചിരിക്കണ്ടേ. എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കും, ഇത്രയും വയസ്സായിട്ട് മലയാളം എഴുതാൻ അറിയില്ലെന്നോ? അയ്യേ നാണക്കേടെന്നൊക്കെ. പക്ഷെ എനിക്കല്ലേ അറിയുള്ളൂ എന്താ കാര്യമെന്ന്. ഞാൻ പഠിച്ചത് ഡൽഹിയിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചു. എന്നിട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് കേരളത്തിൽ പഠിച്ചു കേട്ടോ. പക്ഷെ അവിടെ എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. അത് കാരണം മലയാളം പഠിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ചെന്നൈയിലും ഹിന്ദി ആയിരുന്നു സെക്കൻഡ് ലാംഗ്വേജ്. അത് കഴിഞ്ഞിട്ട് ബാസ്കറ്റിൽ വന്നപ്പോ വീണ്ടും ഹിന്ദി. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ മലയാളം പഠിക്കാനോ കൂട്ടുകാരെ? പക്ഷെ ഇത്രയും നന്നായിട്ട് ഞാൻ മലയാളം സംസാരിക്കുന്നില്ലേ? അതിനെങ്കിലും എനിക്കൊരു ഇത്തിരി എന്താ പറയാ അപ്രീസിയേഷൻ, ഇത്തിരി അപ്രീസിയേഷൻ, കോംപ്ലിമെന്റ്, എല്ലാം മലയാളത്തിൽ തന്നെ പറയും. ഇത്തിരി പ്രോത്സാഹനം. അതിനെങ്കിലും എനിക്ക് ഇത്തിരി പ്രോത്സാഹനം തരണം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് കുട്ടിയാവാൻ പോവാണ്. ബാക്ക് ടു സ്കൂൾ. ഞാൻ ഇന്ന് മലയാളം പഠിക്കാൻ പോവാണ്. ഇതാണ് എന്റെ ബാഗ്. ഇത് ശരിക്കും എന്റെ ബാഗായിരുന്നു. ഞാൻ സ്കൂളിൽ ഉപയോഗിച്ചോണ്ടിരുന്നില്ല. അപ്പം ഓൾഡ് ബാഗ്. ഞാൻ ഇന്ന് ഇനി മലയാളം പഠിക്കാൻ പോവാ. പിന്നെ എനിക്ക് മലയാളം അറിയില്ലേ, ഞാൻ ശുദ്ധ മലയാളത്തിൽ സംസാരിക്കാൻ അറിയോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത്. ഇപ്പൊ കേട്ടില്ലേ ഞാൻ നല്ല ശുദ്ധ മലയാളത്തിൽ സംസാരിക്കുന്നത്? പിന്നെ ഉണ്ടല്ലോ, ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോ എന്തോ പോലെ ഉണ്ടെങ്കിൽ എന്നെ ക്ഷമിച്ചേക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ഇന്ന് മലയാളം എഴുതാൻ പോവാ. എനിക്ക് മലയാളം വലുതാക്കി എഴുതാം. ഓക്കെ, എനിക്ക് ടീച്ചർ ഉണ്ട്. അമ്മയാണ് എന്റെ ടീച്ചർ. അമ്മയാണ് എന്നെ മലയാളം പഠിപ്പിക്കാൻ പോണേ കേട്ടോ. പക്ഷെ അമ്മ ക്യാമറയുടെ പുറകിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അമ്മ എന്നെ മലയാളം പഠിപ്പിക്കും. എനിക്ക് മലയാളം അമ്മ പണ്ട് കുറച്ചൊക്കെ എഴുതാനൊക്കെ പഠിപ്പിക്കുമായിരുന്നു. മറ്റേ ആദ്യത്തെ ഒക്കെ ഇല്ലേ, അതൊക്കെ എഴുതാൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പൊ എത്രമാത്രം എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഞങ്ങൾക്ക് നോക്കാം. അപ്പൊ ഞാൻ മലയാളം എഴുതാൻ പോവാ കേട്ടോ. നമുക്ക് നോക്കാം. എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ചേട്ടന്മാർക്ക് എനിക്ക് അറിയാൻ നോക്കാം. ഞാൻ മാക്സിമം ഉരുട്ടി എഴുതാൻ നോക്കുക കേട്ടോ. എനിക്ക് അമ്മ പറഞ്ഞു എന്നോട് വലുതാക്കി ഉരുട്ടി എഴുതാം. ഉണ്ടെങ്കിലേ ടീച്ചർ പറഞ്ഞേട്ടാ. അമ്മയാണ് ചെക്ക് ചെയ്തേക്കാം. അമ്മേ ഒരു ഇതിനകത്ത് മലയാളം പഠിക്കാൻ ചെയ്യാൻ ഇങ്ങനെ കോൺസെൻട്രേഷൻ ഇങ്ങനെയല്ലേ? ഇങ്ങനെ അയ്യോ ഇങ്ങനെയാണോ? ചേച്ചി പറയട്ടെ. കറക്ഷൻ മിസ് കറക്റ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ തന്നെയാണോ? അയ്യോ ഇത് എന്താ കറക്റ്റ് ആവുന്നൊക്കെ അറിയാം കേട്ടോ. അമ്മ കറക്റ്റ് ചെയ്യും. അപ്പോഴേക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് എനിക്ക് അറിയാവുന്ന എങ്ങനെയായിരുന്നു? ഓ ഇല്ല പറയാൻ നോക്കാം. അറിയില്ല. എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? അമ്മ പറയാൻ പറ്റും. ഓർമ്മ പിടിച്ചോ? ഇങ്ങനെയാണോ? എന്നിട്ട് ഇങ്ങനെ ഈ സംഭവം അല്ലേ? ഇത് ആയിട്ടിട്ട് ഉണ്ടോ? അല്ല ഇത് കട്ടാണോ? ഇത് വീണ്ടുണ്ടോ? അല്ല ഞാൻ എഴുതാൻ എഴുതട്ടെ. ഇങ്ങനെ ഇനി അമ്മയ്ക്ക് കറക്റ്റ് ചെയ്യാൻ കൊടുക്കുക കേട്ടോ. ഞാൻ ഇത്രയും എഴുതി. എനിക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഇത് ശരിയാണോ തെറ്റാണോന്ന് അമ്മയാണ് പറയാൻ പോണേ. ഇനി ഞാൻ ടീച്ചറിന് കറക്ഷന് കൊടുക്കാൻ പോവാ കേട്ടോ. നമുക്ക് നോക്കാം റിസൾട്ട് വരുമ്പോ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നോക്കാം ഗായ്സ്. അപ്പൊ എനിക്ക് കറക്ഷൻ ചെയ്ത് കിട്ടിയ എക്സാം റിസൾട്ട്സ് ഡ്രം റോൾ കാണിച്ചുതരാം ഗായ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ കറക്ഷൻ. ഇത്രയും എനിക്ക് ശരിയായിട്ട് കിട്ടി. എനിക്ക് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല 3 അല്ലേ, ഇങ്ങനെ 3 അല്ലേ? അല്ല ഇത് കറക്റ്റാ.
ഇതിൽ 3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സംഭവം ഇങ്ങനെ കുനിപ്പിട്ടിട്ട് 3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഐ വേണ്ടായിരുന്നു. പിന്നെ ഈ 2 സാധനം ഞാൻ മിസ് ചെയ്തു. റിയൽ സാധനം എന്താ? ഇതാണ് ശരിക്കുമുള്ള സംഭവം. ഇങ്ങനെയാണ് വരണ്ടിരുന്നത്. എനിക്ക് 2 എണ്ണം മിസ്സായി. ഇത് 2ഉം കറക്റ്റായി. പക്ഷെ ഇത് 2നും മുമ്പ് ഈ 2 എണ്ണം വരണമായിരുന്നു. ഇതാണ് എൻ്റെ അവസ്ഥ ഗൈസ്. ഇതാണ് എൻ്റെ അവസ്ഥ. ഇനി എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് നഖം. നഖത്തിന്റെ ഖായാണിത്. ഇനി ഗ. ഇതാണ് ഗ. എസ് കിടന്നുറങ്ങിയപ്പോ ഗാന്ന് വെച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് എന്നാ എങ്ങനെ എഴുതി പഠിക്കണ്ടെന്ന് ഗായ്സ്, ഇന്ന് ഞാൻ മലയാളം പഠിച്ചു കുറച്ചൊക്കെ. അപ്പം ഞാൻ ഇനിയും മലയാളം എഴുതാൻ എക്സ്പേർട്ടായിട്ട് നിങ്ങളോട് പറയാം. പിന്നെ ഇനിയും മുതലുള്ള വീഡിയോസ് ഞാൻ മലയാളത്തിൽ ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, മലയാളത്തിൽ ചെയ്യേണ്ടതാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ. ഹലോ ഗായ്സ്, ഇപ്പം ഇത്രയും വീഡിയോ കണ്ടത് കുട്ടിക്കളിയായിട്ടല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇച്ചിരി കുട്ടിക്കളിയാണ്, പക്ഷെ കാര്യമുണ്ട് കേട്ടോ. ലൈക്ക് എൻ്റെ മലയാളം കാരണം എനിക്ക് കുറേ പ്രശ്നങ്ങൾ, സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, എന്നാലും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ലൈക്ക് ഞാൻ കേരളത്തിൽ 2 വർഷം പഠിച്ചോളൂ. ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും തേർഡ് സ്റ്റാൻഡേർഡും ഞാൻ കേരളത്തിൽ പഠിച്ചു. എനിക്ക് അധികം ഓർമ്മയൊന്നുമില്ല. അവിടെ ഞാൻ എടപ്പള്ളിയിൽ നിന്നാണ്, വീട് സ്കൂൾ അങ്ങനെ. അപ്പം എനിക്കങ്ങനെ അധികം ഓർമ്മയൊന്നുമില്ല. പിന്നെ ഞാൻ കേരളത്തിൽ പോയത് 2019 കഴിഞ്ഞിട്ട്, ഇവിടെ സ്കൂൾ കഴിഞ്ഞിട്ട് 2 വർഷം കോളേജിന് വേണ്ടിയിട്ട് കേരളത്തിൽ പോയായിരുന്നു. അപ്പോൾ കേരളത്തിൽ എന്താ പറയുക, അപ്പം കേരളത്തിൽ പോയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം എൻ്റെ മലയാളം എന്ന് പറയുമ്പം ഞാൻ സാധാരണ പോലെ മലയാളം സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ജാടയാണ്. ലൈക്ക് ഇപ്പം ആരെങ്കിലും ചോദിക്കുമ്പം ഇപ്പം എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് എന്തോ പോലെ നാണോ വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആരെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് അറിയാണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് പറയുമ്പം അവരുടെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഓ ഇതെന്തൊരു ജാടയാ, അങ്ങനെ മീൻസ് ഇടയ്ക്ക് ഇംഗ്ലീഷ് കലർത്തി ലൈക്ക് ഐ സ്റ്റഡി ദെയർ, അവിടെ പഠിച്ചായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ അറിയാണ്ട്, മീൻസ് മനഃപൂർവ്വമല്ല, സത്യമായിട്ടും എനിക്കറിയാം. അത് ഞാൻ പറയുമ്പോഴത്തേക്കും ജാട, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് മിക്കവർക്കും. പക്ഷെ കുറേ പേരുണ്ട് കേട്ടോ മനസ്സിലാക്കും ഈ കുട്ടി അങ്ങനെ ആയതുകൊണ്ടാണ്, മീൻസ് അവിടെ പഠിച്ചതുകൊണ്ടാണ് ഇത്രയും നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. മലയാളം വീട്ടിൽ സംസാരിച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇത്രയും മലയാളം അറിയാം. പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് മീൻസ് അത്രയും കംഫർട്ടബിളായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എനിക്ക് അതിനൊരു അവസ്ഥയില്ല മലയാളത്തിൽ, സത്യം പറയാം. പക്ഷെ അതുകൊണ്ട് ഒരുപാട് പേര് ജാടയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും. പക്ഷെ എനിക്ക് സത്യം പറയാം, എനിക്ക് ജാടയില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഒരു നല്ല രീതിയിൽ എല്ലാവരോടും മിണ്ടണം എന്നുള്ളൊരു ഇത് കാരണം ഞാൻ എല്ലാവരോടും മലയാളത്തിൽ നല്ല രീതിയിൽ മിണ്ടാൻ നോക്കി. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ കൊഞ്ചണതാണ്. എല്ലാവരും എനിക്ക് മനഃപൂർവ്വമല്ല, പക്ഷെ ഞാൻ നല്ല രീതിയിൽ ആണോ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ
സംസാരിക്കുന്നത് നോക്കുമ്പോൾ ഈ കുട്ടിക്ക് വയസ്സിനനുസരിച്ചല്ല സംസാരിക്കണേ, ഇതെന്താ കൊഞ്ചി സംസാരിക്കണേ. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. സത്യം പറയാലോ, എല്ലാവരും വിചാരിക്കും കൊഞ്ചണതാണ് ഞാൻ, എനിക്കൊരു മെച്യൂരിറ്റി ആയിട്ടില്ല. എല്ലാവരും ആ ഒരു പ്രശ്നം കാരണം എല്ലാവരും വിചാരിക്കുന്നത് കൊഞ്ചണതാണ്, എനിക്ക് മെച്യൂരിറ്റി ആയിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. അങ്ങനെയായിട്ട് ഒരുപാട് പേര് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. സത്യം പറയാലോ, ഇങ്ങനെ എനിക്ക് കേരളത്തിൽ ഒരുപാട് നല്ല ഫ്രണ്ട്സും ഒരുപാട് നല്ല ആൾക്കാരും മനസ്സിലാക്കുന്നവരും സഹായിക്കുന്നവരും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് ജഡ്ജ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, കുഞ്ഞു കുട്ടികളെ പോലെ സംസാരിക്കുന്നുണ്ട്, ഒരു മെച്യൂരിറ്റി ഇല്ല, ഒന്നിനൊരു ഇതില്ല. ആ ഒരു ഇത് കാരണം, ട്യൂൺ കാരണം, മീൻസ് എന്താ പറയുക, ട്യൂണല്ല. If I'm talking in English, it's normal, right? I can talk normally, I can communicate well. I mean, no one is going to think that I'm talking like a kid. ഞാൻ ഒരു കൊച്ചിനെ പോലെയാണ് സംസാരിക്കുന്നത്, ആർക്കും തോന്നത്തില്ല. I mean, unless sometimes ചിലപ്പം hi guys അങ്ങനെ ചുമ്മാ ഒരു തമാശ ചെയ്യണം, മലപ്പുറം ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ നോർമലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നോർമലായിട്ടേ ഇരിക്കുള്ളൂ. പക്ഷെ മലയാളത്തിൽ നോർമൽ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു സംഭവമില്ല. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര വീടായിട്ടായിരിക്കും. അത് കാരണം ഇപ്പം എനിക്ക് അറിയാൻ പാടില്ല എന്ത് ട്യൂണിലാണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്കെന്നെ അറിയാൻ പാടില്ല. അപ്പം അവിടെ ഞാൻ കേരളത്തിൽ പിന്നെ 2 വർഷം ഒരുപാട് അങ്ങനെ കുറേ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് നല്ല പേര്, ഒരുപാട് കോളേജിലായാലും ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എന്താ, എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ ഞാൻ പിന്നെ പറയാം. എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു പറയാനുള്ള അവസ്ഥയിലല്ല, ഞാൻ പിന്നെ എല്ലാം പറയാം. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഗൈസ്. ആൻഡ് പിന്നെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ, മലയാളം മീൻസ് ഇംഗ്ലീഷ് മനസ്സിലാവുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. മീൻസ് ഞാൻ മലയാളം പറയണില്ല എന്നും പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കട്ടെ. എനിക്ക് ജാട ആയതുകൊണ്ടല്ല പറയാത്തത്. താങ്ക് യു ഗൈസ്.